പേര് ജോർജ്. ആ, ജോർജ് എന്ന് പറഞ്ഞൊരു സാറ് പാലായിന്നല്ലേ, പാലാണ് രാമപുരം. രാമപുരത്ത് നിന്ന് വന്നതാണ്. സാറിന് കാണിച്ചിട്ട് രാമപുരംകാരൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. സാറ് കെൻവുഡിൻ്റെ ഒരു സെറ്റുമായിട്ട് വന്നതാണ്. AS21 കൊടുക്കാം. ഇത് സ്പീക്കർ, മിഡ് റേഞ്ച്, ട്യൂട്ടർ, ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സാറ് പാട്ട് കേട്ടു, നേരിട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് മേടിക്കാൻ വന്നതാണ്. സാർ അതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞാൽ. ഇല്ല, അത് കുഴപ്പമില്ല. ഇതിനകത്ത് കമ്പനി സെറ്റിനെക്കാട്ടിലും കുറച്ചൊരു എഫക്ട് തോന്നുന്നുണ്ട്. അപ്പൊ കെൻവുഡിന്റെ കമ്പനി സെറ്റിനേക്കാളും എഫക്റ്റ് ആണ് നമ്മുടെ സെറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു പെർഫോമൻസ് കാണുന്നുണ്ട്. TV21. ഒരു സബ് വൂഫറും കൂടെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാം. പിന്നെ ഒരു സ്പീക്കറേ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇനി വേറെ സ്പീക്കർ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ AB ആംപ്ലിഫയർ, C ആംപ്ലിഫയർ അങ്ങനെയുള്ളൊരു തർക്കമൊന്നും വേണ്ട. ഡി ക്ലാസ് ആംപ്ലിഫയർ പുതിയ യുഗത്തിൻ്റെ കാലഘട്ടമാണ്. പണ്ട് നമ്മൾ പെട്രോമാക്സ് വിളക്ക് വെച്ച് കല്യാണം നടത്തിയിട്ടുണ്ട്, പ്രദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നാരെങ്കിലും പെട്രോമാക്സ് വിളക്ക് ഉപയോഗിക്കാറില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്യൂബ് ലൈറ്റ് വന്നു. ട്യൂബ് ഇന്നാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ ബൾബ് ഉണ്ടായിരുന്നു, ഒരു ബൾബ് അറിയാമല്ലോ. ആ ബൾബ് ആരാണ് കണ്ടുപിടിച്ചതെന്നും അറിയാമല്ലോ. അപ്പോൾ ആ ബൾബ് നമ്മൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ CFL വന്നു. അത് കഴിഞ്ഞ് നമ്മൾ LED ആയി. ഇപ്പോൾ LED കൂടി ഫ്ലൂറസെൻ്റ് പല കളറിലുള്ള LEDകളായി. അപ്പോൾ കാലത്തിനൊത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്തിൻ്റെ സാധനമാണ് ക്ലാസ് D എന്നുള്ളത്. AB മോശമാണെന്നോ AB ചള്ളാണെന്നോ അല്ല പറഞ്ഞ്. AB എടുക്കണമെങ്കിൽ ABക്ക് അതിൻ്റേതായ ചിലവുകളുണ്ട്, അതിൻ്റേതായ ഓഡിയോ വ്യത്യാസങ്ങളുമുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പഴയ നസീറിൻ്റെ പാട്ട് ഇഷ്ടമുള്ളവരുണ്ട്, ഇന്നത്തെ പുതിയ ജോസ്ന പാടുന്ന ഇഷ്ടമുള്ളവരുണ്ട്, ഉഷാ ഉതുപ്പിൻ്റെ പാട്ട് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ പല ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ആരെയും കുറച്ച് പറഞ്ഞൊന്നുമല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഞാൻ കണ്ട 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇതിൻ്റെ വില, നിസ്സാരമായ വില. ABക്ക് ഭയങ്കര വില. പിന്നെ അതിനകത്ത് വലിയ ട്രാൻസ്ഫോമർ വെച്ച് 500-600 വാട്ട്സ് കറണ്ടാണ് എടുക്കുന്നത്. ഇന്ന് കറണ്ട് ചാർജ് അറിയാമല്ലോ, ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ സോളാർ വെച്ചിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ കെൻവുഡിൻ്റെ ഈ സെറ്റിൻ്റെ ആണെങ്കിലും ട്രാൻസ്ഫോമർ 500 വാട്ട്സ് എടുക്കും. അപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അര യൂണിറ്റ് കറണ്ടാവും, 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് കറണ്ടാവും. അത്രയും കറണ്ട് എടുത്ത് ഒരു പാട്ട് കേൾക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഇന്ന് വെറും നിസ്സാരമായിട്ട് 5 ആംപിയറിൽ അല്ല 10 ആംപിയറിൽ 24 വോൾട്ടിൽ അല്ല 32 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന SMPS പവർ സപ്ലൈ ഉള്ള അടിപൊളി ആംപ്ലിഫയർ കിട്ടുമ്പോൾ ആരെങ്കിലും ഇനി പഴയ വലിയ ട്രാൻസ്ഫോമർ ചുമന്നുകൊണ്ട് പോകണമെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സത്യം എന്നും മറന്നേക്ക് പുറത്തു വരും.